15-ാമത്തെ സൂറത്ത് ഹിജ്ർ 28 മുതൽ 34 വരെയുള്ള വചനം പറയുന്നു. അള്ളാഹു പറയുന്നു ഖുർആൻ. ഏതല്ലാ പറഞ്ഞു? റസൂൽ അല്ല അല്ലേ പറഞ്ഞു? റസൂലിന്റെ നാവിലൂടെയല്ലേ മഴ? റസൂലല്ല പറയുന്നു. 28-34 വരെ അള്ളാഹു മണ്ണിൽ നിന്ന് ആദിമ മനുഷ്യനെ സൃഷ്ടിക്കുകയും, അല്ലേ, മണ്ണിൽ നിന്ന് ആദിമ മനുഷ്യൻ ആദമിനെ സൃഷ്ടിക്കുകയും, എന്നിട്ട് അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊതുകയും ചെയ്താൽ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അല്ലേ മോളെ? അപ്പൊ കുറെ ആളുകൾ സുജൂദ് ചെയ്തു, ചിലവർ സുജൂദ് ചെയ്തില്ല. ചെയ്യാത്തവരോട് ചോദിച്ചു, എന്താ നീ സുജൂദ് ചെയ്യാത്തത്? നിങ്ങൾ പറഞ്ഞു, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മണ്ണായ രൂപത്തിൽ നമ്മൾ ചെയ്യില്ല, നമ്മൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യുള്ളൂ. പിശാചി എന്ന് പറഞ്ഞ ആട്ടി ഓടിച്ചില്ലേ? അതിൽ പെട്ടതാ നിങ്ങളല്ലോ. എല്ലാവരും ആ പിശാചി ആട്ടി ഓടിച്ച പിശാചികൾ പെട്ടതാ. കാരണം നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യില്ലല്ലോ, അള്ളാഹുവിനെ കണ്ട് സുജൂദ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ കാണാത്ത അള്ളാഹുവിനല്ലേ പറഞ്ഞേ? അള്ളാഹു ആദമിനല്ലേ സുജൂദ് ചെയ്യാൻ പറഞ്ഞേ? ആദമ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊതുകയും ചെയ്താൽ, നോക്കുമോളെ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൊട്ടന്മാര്. അള്ളാഹു ബഷീറും, ബഷീർ എന്ന് പറഞ്ഞാ എല്ലാം കാണുന്നവൻ, സമീയും എല്ലാം കേൾക്കുന്നവനും, അലീമും കണ്ടും കേട്ടും അറിയുന്നവനാണ്, ഹയ്യോ കയ്യും എല്ലാം പ്രവർത്തിക്കുന്നവന്. അതല്ലേ നിങ്ങളെല്ലാവരും? ഈ മണ്ണിൽ തന്നെ ഈ ശരീരത്തെ സൃഷ്ടിക്കുകയും ആദിമ മനുഷ്യനെയും തുടർന്ന് ബിജാന്തരിലൂടെ നിങ്ങളെയും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും, മണ്ണിൽ നിന്ന് പറഞ്ഞാൽ മണ്ണ് കൊസവൻ കല്ലുണ്ടാക്കിയ പോലെ അല്ല, ആ മണ്ണും വെള്ളവുമാണ് സസ്യങ്ങളായി ധാന്യങ്ങളായി വെളിവായി അത് നിങ്ങൾ ഭക്ഷിച്ച് അത് വീണ്ടും നിങ്ങളെ ചവച്ചരച്ച് ആ മൺപശപ്പും വെള്ളവും ആക്കിയില്ലേ വയറ്റിൽ, എന്നിട്ട് അത് ചോരയാക്കി അത് കുഞ്ഞുങ്ങളുമായി ഉണ്ടാകുന്നത് കണ്ടോ? മണ്ണ് രൂപാന്തരപ്പെട്ട് കുഞ്ഞുങ്ങളായി. അപ്പോൾ മണ്ണിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്. അതാണ് നേരത്തെ പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞത്. പശപ്പുള്ള മണ്ണും ബീജത്തിലൂടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത്.